രാഹുൽ മാങ്കൂട്ടത്തിൽ MLA നമുക്കിപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ, കഴിഞ്ഞ വർഷവും അതിന് മുൻപത്തെ വർഷവും നമ്മൾ ഈ സ്നേഹയാത്ര ഈസ്റ്റർ ദിനത്തിൽ കണ്ടിരുന്നു. പെസഹ ഒപ്പവുമായി അരമനകളിലേക്ക് പോകുന്ന BJP നേതാക്കളെ കണ്ടിരുന്നു. ഇത്തവണ വേണ്ട എന്നാണ് വെച്ചിരിക്കുന്നത്. കഴിഞ്ഞ തവണത്തെ അപ്പോൾ വോട്ട് യാത്രയായിരുന്നോ? അയ്യോ, പെസഹാപ്പായിട്ടൊന്നും വന്നില്ലല്ലോ, സാരമില്ല. പിച്ചാത്തിയുമായിട്ടൊന്നും അരമനെ കയറി ചെല്ലാതിരിക്കാൻ പറഞ്ഞാൽ മതി, മണിപ്പൂരിലൊക്കെ ചെയ്തതുപോലെ. അതല്ല എങ്കിൽ ഈ രാജ്യത്തെ ഛത്തീസ്ഗഡ് തൊട്ട് കർണാടകം വരെയുള്ള നിരവധി ആരാധനാലയങ്ങൾ ആക്രമിക്കാൻ വേണ്ടിയിട്ട് അവർ ചെന്നതുപോലെ ചെറിയ വാക്കത്തിയുമായിട്ടും കുറുവടിയുമായിട്ടും ദണ്ഡുമായിട്ടും ഒക്കെ ചെല്ലാതിരിക്കുന്നത് തന്നെയാണ് ഇവർക്ക് ഈ നാടിനോട് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ സ്നേഹയാത്ര. വെറുതെ ഇവരൊക്കെ വീട്ടിലിരുന്നാൽ മതി, അത് തന്നെ ഒരു വലിയ സ്നേഹമായിരിക്കും. ഇപ്പൊ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായല്ലോ എന്തുകൊണ്ടാണ് ഈ വർഷം സ്നേഹയാത്ര ഇല്ലാത്തതെന്ന് ചോദിച്ചാൽ, ഈ വർഷം തെരഞ്ഞെടുപ്പ് നടക്കുന്നില്ലല്ലോ. കഴിഞ്ഞ വർഷമായിരുന്നെങ്കിൽ തൃശ്ശൂരിൽ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള യാത്ര ഉണ്ടായിരുന്നു. അപ്പൊ ഈ വർഷം പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പൊന്നുമില്ല. ഇനിയിപ്പോ സ്നേഹമൊക്കെ 26 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് സ്നേഹം ഇതുപോലെ വാരിക്കോരിച്ചൊരിയും. പക്ഷേ അങ്ങനെ പറയാനുള്ള ചെറിയൊരു പ്രശ്നമുണ്ട് രാഹുൽ. അതായത് കോഴിക്കോട് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് നേതൃത്വത്തിൽ P. രഘുനാഥിന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് ആർച്ച് ബിഷപ്പിനെ കണ്ട് അവിടെ സ്നേഹയാത്രയുമായിട്ട് അവർ പോകുന്നുണ്ട്, ബിഷപ്പിനടുത്തേക്ക്. അത് ചിലപ്പോൾ അദ്ദേഹം വല്ല കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലോ മത്സരിക്കാൻ ഇതിന്റെ സ്നേഹമായിരിക്കും. എന്തായാലും ഇവരുടെ അടിസ്ഥാനപരമായ സ്നേഹം എന്താണെന്ന് ചോദിക്കാൻ പറ്റുന്ന കുറച്ച് ആളുകൾ ഉണ്ടായിരുന്നു. ഒരാളുടെ പേര് ഗ്രഹാം സ്റ്റെയിൻസ് എന്നാണ്. പക്ഷേ ദൗർഭാഗ്യവശാൽ അദ്ദേഹത്തെ ഇവർ കൊന്നുകളഞ്ഞു. പിന്നെ ഒരു കുട്ടിയുടെ പേര് ഫിലിപ്പ് എന്നാണ്. ആ ഫിലിപ്പിനെയും ഇവർ ചുട്ടുകൊന്നു കളഞ്ഞു. പിന്നെ ഒരാളുടെ പേര് തിമോത്തി എന്നാണ്. ആ കുട്ടിയെയും ഇവർ ചുട്ടുകൊന്നു കഴിഞ്ഞു. പിന്നെ സ്റ്റാൻസാമിയാണ്. സ്റ്റാൻസാമിയും ഇവർ കാരാഗ്രഹവാസത്തിൽ കൊന്നുകളഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഇവരുടെ സ്നേഹത്തെ പറ്റി നന്നായിട്ട് ധാരണയുള്ള ആളുകളൊന്നും ജീവനോടെ ഇല്ലാത്തത് കൊണ്ട് പിന്നെയുള്ളത് മണിപ്പൂരിലെ ആയിരക്കണക്കിന് മനുഷ്യന്മാരാണ്. അവരുടെയൊക്കെ കുടുംബാംഗങ്ങൾ, അവരെല്ലാം മരണപ്പെട്ടു. കുടുംബാംഗങ്ങളോട് ആരോടെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ BJP ക്രൈസ്തവ വിഭാഗത്തോടുള്ള സ്നേഹം എത്രമാത്രം ആഴത്തിലുള്ളതാണ് എന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഇനി അതിനെന്തെങ്കിലും ആധികാരിക രേഖ വേണമെങ്കിൽ ഇവരുടെ ഗുരുക്കന്മാരായി കാണുന്ന ഗോൾവർക്കറുടെയും സവർക്കറുടെയും ഒക്കെ പഴയ കാലത്തെ ഗ്രന്ഥങ്ങൾ ഇവര് പൂജാ പുസ്തകങ്ങളായി മനസ്സിൽ സൂക്ഷിക്കുന്ന ആ പുസ്തകങ്ങളൊക്കെ എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കും ആഭ്യന്തര ശത്രുക്കളായി കണക്കാക്കി ഈ രാജ്യത്തെ ക്രൈസ്തവ മതവിശ്വാസികളോടും ഈ രാജ്യത്തെ ഇസ്ലാം മതവിശ്വാസികളോടും ഈ രാജ്യത്തെ ദളിതരോടും ഒക്കെയുള്ള സ്നേഹം എത്രമാത്രമായിട്ടുള്ളത്. ഈ വിഷയം ചോദിച്ചിരുന്നു, എന്തുകൊണ്ടാണ് ഇത്തവണ ഈ സ്നേഹയാത്ര ഇല്ലാത്തതെന്ന്. അദ്ദേഹം നൽകിയ മറുപടി, കഴിഞ്ഞ തവണ ക്രൈസ്തവ ഈ മണിപ്പൂരുമായി ബന്ധപ്പെട്ടൊക്കെ ചില ആശങ്കകൾ ക്രൈസ്തവർക്കുണ്ടായിരുന്നു, അവരുമായി ബന്ധം സ്ഥാപിക്കേണ്ടതുണ്ടായിരുന്നു. ഇത്തവണ അങ്ങനത്തെ ഒരു സാഹചര്യമില്ല, കാരണം ക്രൈസ്തവരുടെ കൂടി പാർട്ടിയായി BJP വളർന്നു കഴിഞ്ഞു എന്നുള്ളൊരു രാഷ്ട്രീയ മറുപടിയാണ് അദ്ദേഹം നൽകിയത്. അതെ അതെ അതെ, അങ്ങനെ ആ ധാരണയിൽ തന്നെ അദ്ദേഹം ഇരിക്കട്ടെ. ഇപ്പൊ BJP-ക്കാരുടെ ധാരണ മാറ്റി അവരെ നന്നാക്കുന്ന പണിയല്ലല്ലോ നമുക്ക് ആർക്കുള്ളത്. അവരുടെ ധാരണകൾ തന്നെ ഇരുന്നോട്ടെ. ഏത് ഈ അരമനകളിലൊക്കെ ഇവർ കയറി ചെല്ലുമ്പോൾ പാലക്കാട്ടൊക്കെ അരമന വരുമ്പോഴുള്ള പ്രയാസം എന്താ? ഇവർ അരമനയിലോട്ട് ചെല്ലുമ്പോഴായിരിക്കും പെട്ടെന്ന് ചിറ്റൂരൊക്കെ പ്രദേശത്ത് ഈ പുൽക്കൂട് തകർക്കാൻ വേണ്ടി വന്ന ആളുകളെയാണല്ലോ ഇവിടെ ഇവര് സ്നേഹവുമായിട്ട് പ്രസാപം കൊടുത്തു വിടാനായിട്ട് വിടേണ്ടത്. രണ്ടും ഒരാളുകൾ തന്നെയാണല്ലോ. അതിന് വേണ്ടിയിട്ട് കൂലിക്ക് പുറത്തൊന്നും ആളെടുക്കാൻ പറ്റില്ലല്ലോ. കുറച്ച് നേരം